തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. 500ഓളം ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. ആളപായമില്ല. ഒഴിവായത് വൻ ദുരന്തം. ഞായറാഴ്ച രാവിലെ 6:30യോടെയാണ് വഞ്ചിക്കുളം റോഡിലുള്ള റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാമത്തെ കവാടത്തിനോട് ചേർന്നുള്ള 2 വീലർ പാർക്കിംഗ് ഏരിയയിൽ തീപിടുത്തമുണ്ടായത്. റെയിൽവേ വൈദ്യുതി കേബിളിൽ നിന്നും വീണ ചെറിയ തീപ്പൊരിയാണ് വലിയ തീപിടുത്തത്തിന് കാരണമായത്. ഈ തീപ്പൊരി പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ വീഴുകയും ഇത് വാഹനത്തിന്റെ പെട്രോൾ ടാങ്കിലേക്ക് പടരുകയുമായിരുന്നു. ടാങ്ക് പൊട്ടിത്തെറിച്ചാണ് മറ്റു വാഹനങ്ങളിലേക്കും ഷെഡിലേക്കും തീ ആളിപ്പടർന്നത്. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന കരാർ ജീവനക്കാരി രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും തീ പടർന്നതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഞൊടിയിടയിൽ തന്നെ പ്രദേശമാകെ വലിയ തീയും പുകയും ഉയർന്നു. പിന്നീടാണ് വിവരമറിയിച്ചതിനെ തുടർന്ന് തൃശൂർ സ്റ്റേഷനിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 500ഓളം ഇരുചക്ര വാഹനങ്ങൾ കത്തിയതായാണ് കണക്കാക്കുന്നത്. ഈ സമയം സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന തിരുവനന്തപുരം ഡിവിഷന്റെ എഞ്ചിനിലേക്കും സമീപത്തെ റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിലേക്കും തീ പടർന്നു. അവധി ദിനമായതിനാലും ഈ സമയം ആളുകൾ ഇല്ലാതിരുന്നതിനാലും പരിക്കോ ആളപായമോ ഇല്ല എന്നത് ആശ്വാസമായി. പാർക്കിംഗ് ഷെഡിന്റെ ഇരുമ്പ് തൂണുകളും ട്രസ്സും കത്തി അമർന്ന നിലയിലാണ്. അപകട വാർത്ത അറിഞ്ഞ് വാഹന ഉടമകളും മറ്റും സ്ഥലത്തെത്തി പോലീസിൽ വാഹന നമ്പർ അടക്കം നൽകി. തീഗോളം വിഴുങ്ങിയ സ്വന്തം വാഹനം കണ്ട് പലരും വിങ്ങിപ്പൊട്ടി. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ്, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. റെയിൽവേയുടെ ഹൈടെൻഷൻ വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്ന ഇരുമ്പ് തൂണുകൾ നിൽക്കുന്നത് ഈ പാർക്കിംഗ് ഏരിയയിൽ ആണെന്നത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഇതിലെ നിയമവിരുദ്ധതയും സുരക്ഷാ വീഴ്ചയും തെളിയിക്കുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു ഷെഡ് പ്രവർത്തിക്കണമെങ്കിൽ കോർപ്പറേഷന്റെ അനുമതി വേണം. അത്തരത്തിലുള്ള അനുമതി കോർപ്പറേഷന് നൽകിയിട്ടില്ല, തേടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അണയ്ക്കാനുള്ള ഉപകരണങ്ങളുടെ ഒരു അസാന്നിധ്യവും ഇവിടെ ഉണ്ടായിരുന്നു. ഉള്ള ഒരു ഉപകരണം ഒട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയും ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ക്യാമറമാൻമാരായ റോയിക്കും പ്രവീണിനുമൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.